തലശ്ശേരി നഗരസഭയിൽ 52-ാം വാർഡായ കൊടുവള്ളിയിലാണ് വിമതശല്യം രൂക്ഷമായിരിക്കുന്നത്. കൊടുവള്ളി വാർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും സിറ്റിംഗ് കൌൺസിലറുമായ വി.പി. റീത്തയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി കെ. ശിവദാസനെതിരെ രംഗത്തുള്ളത്. ശിവദാസനെതിരെ കോൺഗ്രസ് നേതാക്കളായ എം.പി. പ്രശാന്ത്, കെ. വിനോദൻ എന്നിവർ റിബലുകളായി നിന്നിരുന്നുവെങ്കിലും ഒടുവിൽ നേതാക്കളുടെ ഇടപെടൽ മൂലം പിൻവാങ്ങുകയായിരുന്നു. 2000-ൽ കോടതി വാർഡിൽ നിന്നും യു.ഡി.എഫ് സ്വതന്ത്രനായി മത്സരിച്ച ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് കെ.പി. രത്നാകരനും ഇവിടെ സ്ഥാനാർത്ഥിയാണ്. തീർന്നില്ല വിമതന്മാരുടെ ശല്യം. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പൊതുധാരണയ്ക്ക് വിരുദ്ധമായി യു.ഡി.എഫ് തലശ്ശേരിയിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് മുൻ കെ.പി.സി.സി അധ്യക്ഷൻ മുരളീധരന്റെ അനുയായി കെ.വി. ഗോകുൽദാസും മത്സരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് എം.വി. മുഹമ്മദ് സലീമാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി. വിമതശല്യം എൽ.ഡി.എഫിനെ ബാധിക്കുമോ എന്നത് കണ്ടറിയണം. കെ.പി.സി.സിയുടെ സർക്കുലറിന് വിരുദ്ധമായി തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊടുവള്ളിയിൽ റിബലായി മത്സരിക്കുന്നതെന്ന് വി.പി. റീത്ത കണ്ണൂർ വിഷനോട് പറഞ്ഞു. ഇവിടെ കെ.പി.സി.സിയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. വാർഡ് കമ്മിറ്റിയാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയിക്കേണ്ടത്. അപ്പം നമ്മളിവിടെ വാർഡ് കമ്മിറ്റി രൂപീകരിച്ച് വാർഡ് പ്രസിഡന്റ് നമ്മളെ സ്ഥാനാർത്ഥിയുടെ പേര് ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെയുള്ള ബ്ലോക്ക് അത് അംഗീകരിക്കാതെ വേറെ വാർഡിൽ നിന്ന് പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അത് നമ്മളെ വാർഡിലുള്ള ഒരു പ്രവർത്തകർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വാർഡിലുള്ള ജനങ്ങളും വാർഡിലെ പ്രവർത്തകരും വോട്ടർമാരും എല്ലാവരുടെയും ഒരു അഭിപ്രായത്തിൽ അവരാണ്. അനുരഞ്ജനത്തിന് നേതാക്കൾ സമീപിച്ചിരുന്നു. കോൺഗ്രസിന്റെ വളർച്ചയെക്കാളുപരി ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുത്ത് ജയസാധ്യതയുള്ളവരെ പരിഗണിക്കാത്ത നേതൃത്വത്തിന്റെ നിലപാടിനെതിരെയും റീത്ത പ്രചരണം ശക്തമാക്കുന്നുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം കാണുന്നത്. കോൺഗ്രസിന്റെ ഒരു വളർച്ചയല്ല അവർ നോക്കിയത്, ഗ്രൂപ്പാണ് കൂടുതൽ, ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുത്ത് അതാ കാണുന്നത്. നമ്മൾ ജയസാധ്യതയുള്ള ഈ കെ.പി.സി.സി പറഞ്ഞ ജയസാധ്യതയുള്ളവർക്ക് ഉള്ള ഒരു ഇത് കൊടുക്കണം എന്നാണ്. പക്ഷേങ്കിൽ അതല്ല ഇവർ ഇവിടെ കാണുന്നത്. ഇവരിവിടെ ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുത്ത് എന്നാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന സംഘടനാ തലത്തിലെ ദൗർബല്യം ഇടതുമുന്നണിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഐക്യജനാധിപത്യ മുന്നണിക്കകത്തുള്ള അതിസങ്കീർണമായ ഗ്രൂപ്പ് വഴക്കുകൾ, ഈ അതിസങ്കീർണമായ ഗ്രൂപ്പ് വഴക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ റബ്ബൽ സ്ഥാനാർത്ഥികൾ വരുന്നു. സ്വാഭാവികമായിട്ടും വോട്ടുകൾ ഭിന്നിക്കുമ്പോൾ അതിൻ്റെ ഗുണം കൊയ്യാൻ പറ്റുന്നത് സംഘടനാപരമായി കെട്ടുറപ്പുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും, പ്രത്യേകിച്ച് CPM-ന് മാത്രമായിരിക്കും. സംഘടനാപരമായ ദുർബലമായ കോൺഗ്രസ് ഒരു ആൾക്കൂട്ടം എന്ന നിലയിൽ അവർക്കൊരിക്കലും തന്നെ ഈ ജനത്തിൻ്റെ പൊതുവികാരത്തിൻ്റെ ധാരയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക നിലവിലുള്ള അവസ്ഥയിൽ അസാധ്യവുമാണ്. റംഷീദ് അലിക്കൽ, കണ്ണൂർ വിഷൻ, തലശ്ശേരി.